ഹൃദയെന്നും നിതയെന്നും വിളിച്ചു കരഞ്ഞ നിരവധി ആളുകളെ നമ്മൾ കണ്ടു. ആ കാഴ്ചകൾ കരളുലേക്കുന്ന കാഴ്ചകളായിരുന്നു. ഇനി കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരികൾ തങ്ങൾക്കൊപ്പമില്ല. തമാശകൾ, കളിതമാശകൾ പറഞ്ഞ് ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് സഞ്ചരിച്ചവർ, ഒരുമിച്ച് കളിച്ചവർ ഇപ്പോൾ ഒരുമിച്ചു തന്നെ സന്തൂക്കുകളിലേറി, മയിൽക്കട്ടിലുകളിലേറി ഇപ്പോൾ നെഞ്ചുപൊട്ടി ഒരു നാട് യാത്രാമൊഴി നൽകുകയാണ്. അഷ്കർ ഇപ്പോൾ എല്ലാ സന്തൂക്കുകളും എല്ലാ മയ്യത്ത് കട്ടിലുകളും പുറത്തേക്കെടുത്തു. 4 പേരെയും പുറത്തേക്ക്, ഹാളിന് പുറത്തേക്ക് എത്തിച്ചു. അരുൺ, പൊതുദർശനം നടത്തിയ ഹാളിൽ, കരിമ്പനിക്കൽ ഹാളിലെ പൊതുദർശനം നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും 4 പേരുമുള്ളത്. 4 പേരുടെ മൃതദേഹം ഫ്രീസറുകളിൽ നിന്ന് മയ്യത്ത് കട്ടിലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവസാനമായി കാണാൻ ഇഷയുടെ സഹോദരി എത്തുന്നുണ്ട്. അവർക്കായി കാത്തിരിക്കുകയാണ്. ഈ സഹോദരി എത്തി അവരെ കണ്ട ശേഷം ഉടൻ തന്നെ മയ്യത്ത് കട്ടിലുകൾ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒറ്റ ചില ബന്ധുക്കൾ കൂടി കാണിക്കാറുണ്ട്. അവർ കാത്തിരിക്കുകയായിരുന്നു. അവരെ കൂടി കാണിച്ചു കഴിഞ്ഞാൽ 4 പേരെയും ഒരുമിച്ച് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ജീവിതത്തിൽ ഉടനീളം ഒരുമിച്ചുണ്ടായിരുന്ന കാലയളവിലും ജീവിതത്തിലും സൗഹൃദത്തിലും കളിസ്ഥലങ്ങളിലും എല്ലാം ഒരുമിച്ചുണ്ടായിരുന്ന 4 പേരുമാണ്. ആ 4 പേരും ഇനി ഒരുമിച്ച് തന്നെ അവരുടെ പൊതുദർശന ഹാളിൽ നിന്ന് അവരെ പള്ളികളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇക്കാലം അത്രയും ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നവരാണ്, ഒരുപാട് ഒപ്പം സഞ്ചരിച്ചിരുന്നവരാണ്. ഇപ്പോൾ അവരുടെ അവസാന യാത്രയാണ് പള്ളിയിലേക്കുള്ള യാത്ര. പള്ളിയിലേക്ക് അവസാനമായി അവർ പോകുമ്പോഴും ഒരുമിച്ച് തന്നെ 4 പേരും പോകുന്നു. ആ 4 പേരെയും അവസാനത്തെ അവർക്ക് നൽകുന്ന അവരുടെ യാത്രയപ്പ് എന്ന് പറയുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത യാത്രയപ്പാണ്. അവരുടെ മാതാപിതാക്കൾ പരസ്പരം വാരിപ്പുണർന്ന് കരയുന്ന, പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണുള്ളത്. പലരും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ, ഒപ്പമുള്ളവർക്ക് പോലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു ഭാഗത്താണെങ്കിൽ അവരെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നുണ്ട്. സഹപാഠികളൊക്കെ തന്നെ നിയന്ത്രണം വിട്ട് കരയുന്ന സഹപാഠികൾ, തങ്ങൾ മിത്രങ്ങളെ ആലോചിച്ച് നിയന്ത്രണം വിട്ട് തന്നെ പൊട്ടിക്കരയുന്ന സഹപാഠികളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വേദന, കണ്ണീര് മാത്രം കണ്ണിൽ കാണാൻ കഴിയുന്നൊരിടമായി ഈ കരിമ്പനിക്കൽ ഹാള് മാറിയിരിക്കുന്നു. ആ കണ്ണീരോടുകൂടി തന്നെ 4 പേർക്കും ഈ നാട് വിട ചൊല്ലുകയാണ്. അവസാന യാത്രയപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 1-2 ബന്ധുക്കളെ കൂടി മാത്രമാണ് ഇനി കാണിക്കാനുള്ളത്. അവർ കൂടി കണ്ടു കഴിഞ്ഞാൽ ആ മുഖം വീണ്ടും മറച്ച് കെട്ടി, കഫംബോർഡ് കെട്ടി അവരുടെ മയ്യത്ത് കെട്ടിലുകളിലായി ഇവിടെ നിന്നും നേരെ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 പേർക്കുമായി അവസാനമായി അവിടെ ഒരുമിച്ച് തന്നെ മയ്യത്ത് നമസ്കാരവും നടത്തും. ആ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഒരുമിച്ച് തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക ഖബറിടം പള്ളിയോട് ചേർത്ത് തന്നെ ഖബർസ്ഥാനിൽ ഒരുക്കിയിട്ടുണ്ട്. 4 പേർക്കുമായി ഒരു ഖബർ, 4 അടിത്തട്ട് വെവ്വേറെ ആക്കിക്കൊണ്ട് തന്നെ, അടിക്കബർ വെവ്വേറെ ആക്കിക്കൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു ഖബറാണ് ഇവർക്ക് 4 പേർക്കും ഒരുക്കിയിരിക്കുന്നത്. അത്രയേറെ അടുപ്പത്തോടെ കഴിഞ്ഞവർ അടുപ്പത്തോടെ തന്നെ അന്ത്യയാത്രയ്ക്കും അന്ത്യവിശ്രമത്തിനും ഒക്കെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ താങ്ങാവുന്നതിനപ്പുറം വേദന സമ്മാനിച്ചുകൊണ്ടാണ് അവർ ഈ നാടും വീടും വിട്ടു പോകുന്നത്. ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രിയപ്പെട്ട ആളുകളായിരുന്നു. ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അതിരില്ലാതെ സ്നേഹിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അതിരുകളില്ലാതെ ഇടപഴകി ജീവിച്ച മനുഷ്യர்களായിരുന്നു. ആ മനുഷ്യർക്കിടയിൽ നിന്നാണ് 4 പേരെ വിധി പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ വേദനയിലാണ്. അവർക്ക് വേണ്ടിയുള്ള അവസാന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അരുൺ.